തീർച്ചയായിട്ടും സ്മൃതി, ഇതൊരു അസാധാരണമായൊരു നീക്കമാണ്. പക്ഷേ അസാധാരണമായ നീക്കമാണെന്ന് പറയുമ്പോഴും നമ്മുടെ സംസ്ഥാന സർക്കാരിന് മുന്നിലുള്ള സാധ്യമായൊരു നീക്കം കൂടിയാണ് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അസാധാരണവും സാധ്യവും രണ്ടാണ്. അസാധാരണം എന്ന് പറയുന്നത് സാധാരണ പ്രസിഡന്റിനെ നമ്മൾ ഒരു നോമിനൽ ഹെഡ് ഓഫ് ദി യൂണിയൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് പ്രസിഡന്റിന് ഏതെങ്കിലും നിലയിൽ ഒരു ഡിസ്ക്രിഷൻ എടുത്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ പ്രവർത്തനം നടത്താൻ കഴിയില്ല. അത് തീർച്ചയായിട്ടും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഉപദേശത്തോടു കൂടി മാത്രമേ പ്രസിഡന്റിന് തൻ്റെ ഔദ്യോഗികമായ കൃത്യനിർവഹണം നടത്താൻ സാധിക്കൂ. വളരെ അപൂർവം ചില ഡിസ്ക്രിഷൻ കേസുകളിൽ ഒഴിച്ച് പ്രധാനമന്ത്രിയെ ആകാൻ ക്ഷണിക്കുന്നതടക്കമുള്ള വളരെ ചുരുക്കം ചില സാഹചര്യങ്ങളിൽ മാത്രമാണ് പ്രസിഡന്റിന് തൻ്റെ വിവേചനാധികാരം ഉപയോഗിക്കാൻ സാധിക്കുക. അതുകൊണ്ട് പ്രസിഡന്റിനെതിരെ ഒരു റിട്ട് ഹർജി സമർപ്പിക്കുക എന്നുള്ളത് വളരെ അസാധാരണമായ ഒന്ന് തന്നെയാണ്. അത് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ ഉപദേശം നൽകുന്ന പ്രസിഡന്റ് വളരെ വേഗം ഒരു തീരുമാനമെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 32 പ്രകാരം ഞാൻ മനസ്സിലാക്കുന്നത് മെൻഡാമസ് ആണ് നൽകിയിരിക്കുന്നത് എന്നാണ്. മെൻഡാമസ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം പ്രസിഡന്റ് ആ ഉത്തരവാദിത്വം നിറവേറ്റണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ പ്രസിഡന്റിനെ അല്ല കക്ഷി ചേർത്തിരിക്കുന്നത്. പ്രസിഡന്റിന്റെ സെക്രട്ടറിയെ കക്ഷി ചേർത്തിട്ടുണ്ട്, ആഭ്യന്തര സെക്രട്ടറിയെയും കക്ഷി ചേർത്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഗവർണറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയെയും ഈ വിഷയത്തിൽ കക്ഷി ചേർത്തിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതൊരു അസാധാരണമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യുന്ന ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിന് മുന്നിൽ അങ്ങനെ ഒരു സാധ്യമായ ഒരു വകുപ്പുണ്ട് എന്ന് കെ വേണുഗോപാൽ അടക്കമുള്ള മുതിർന്ന അഭിഭാഷകരുടെ ഭരണഘടനാ വിദഗ്ധരുടെയൊക്കെ ഉപദേശങ്ങൾ കേട്ടതിനു ശേഷമാണ് ഇപ്പോൾ ഈ ഹർജിയുമായി എത്തിയിരിക്കുന്നത്. അസാധാരണമാണ്, പക്ഷേ സാധ്യവുമാണ്. ഞാനിനി ആ വിഷയത്തിലേക്ക് വന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിന് മുന്നിൽ അവശേഷിക്കുന്നത്? ഗവർണർ പ്രസിഡന്റിന്റെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുന്ന ഇപ്പോൾ അനിശ്ചിതത്വത്തിലായിരിക്കുന്ന 4 ബില്ലുകൾ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തമിഴ്നാട് ഗവർണർ RN രവി 10 ബില്ലുകളാണ് ഗവർണറുടെ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടാൻ തീരുമാനിച്ചത്. അന്ന് ആ ഘട്ടത്തിൽ ഗവർണർ അത് പിന്നീട് തിരിച്ചയക്കുന്ന ഘട്ടത്തിൽ വീണ്ടും തമിഴ്നാട് നിയമസഭ അത് പാസ്സാക്കുന്നു. അതിനുശേഷമാണ് RN രവി അത് പ്രസിഡന്റിലേക്ക് അയക്കുന്നത്. പക്ഷേ അവിടെ സുപ്രീം കോടതി വളരെ വ്യക്തമായി ഇടപെട്ടുകൊണ്ട് അത് അസാധാരണമായ നീക്കമാണെന്ന് പറയുകയും അതിനുശേഷമാണ് RN രവിക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തത്. എന്നാൽ പിന്നീട് കേരള സർക്കാരിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കേരള ലെജിസ്ലേച്ചർ പാസ്സാക്കിയിരിക്കുന്ന 7 പ്രധാനപ്പെട്ട ബില്ലുകൾ ഗവർണറുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ അത് സുപ്രീം കോടതിയിലേക്ക് ആ കേസ് പോയി സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്ന നവംബർ 28 തീയതിക്ക് തൊട്ട് മുമ്പായി അത് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. സാധാരണ നമ്മളിതിനെ പോക്കറ്റ് വീറ്റോ എന്ന് പറയും. യഥാർത്ഥത്തിൽ ഭരണഘടന ഒരു പോക്കറ്റ് വീറ്റോയ്ക്ക് ഗവർണർക്ക് അനുമതി നൽകുന്നില്ല എന്നുള്ളത് മുൻപുള്ള വിധികളിലും നമ്മൾ മനസ്സിലാക്കിയതാണ്. ഈ കേസിലും സുപ്രീം കോടതി തന്നെ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്, ഒരു സ്റ്റേറ്റ് വിഷയത്തിൽ സംസ്ഥാനത്തിലെ നിയമസഭയ്ക്ക് കോമ്പിറ്റൻസിയുള്ള ഒരു വിഷയത്തിൽ ഗവർണർക്ക് ഇടപെടുന്നതിന് പരിമിതിയുണ്ട് എന്നതാണ് സുപ്രീം കോടതിയും വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താ? ഇതിൽ ഒരു ബില്ലിനു മാത്രം സർക്കാർ പ്രസിഡന്റ് അനുമതി കൊടുക്കുന്നു. അത് ലോക്പാൽ ബില്ലിനെ അനുകരിച്ചു കൊണ്ടുവന്ന ലോകായുക്ത ബില്ലിന്റെ ഭേദഗതി. ബാക്കിയുള്ള 2 ബില്ലുകൾക്ക് രാഷ്ട്രപതി അനുമതി നൽകാതെ തിരിച്ചയക്കുന്നു. അതോടുകൂടി യഥാർത്ഥത്തിൽ അവർ ഗില്ലിറ്റിൻ ചെയ്യപ്പെടുക, അവരുടെ വീറ്റോ ചെയ്യപ്പെടുകയാണ്. ഇനി ആ ബില്ലിന് ആയുസില്ല. ഇനി എന്താണ് ഇനി ആ ബില്ലിന്മേൽ സംഭവിക്കുക എന്നത് ഭരണഘടന നിശബ്ദമായിരിക്കുകയാണ്. ഇനി അവശേഷിക്കുന്നതാവട്ടെ 4 ബില്ലുകളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സർവകലാശാലയിലെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റുന്നത്, VCയെ നിയമിക്കുന്ന സെർച്ച് കമ്മിറ്റിയിൽ ഗവർണറുടെ സ്വാധീനം കുറയ്ക്കുന്നത്, സർവകലാശാലയുടെ ഭേദഗതിയുമായി ബന്ധപ്പെട്ടൊരു ബില്ല്, മറ്റൊന്ന് ക്ഷീരസഹകരണ ബില്ലുമായി ബന്ധപ്പെട്ട, ഇങ്ങനെ 4 പ്രധാനപ്പെട്ട ബില്ലുകളാണ് ഇപ്പോൾ രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുന്നത്. അതിൽ പലതും 11 മാസം മുതൽ 24 മാസം വരെ, അതായത് 2 വർഷത്തെ വരെ പഴക്കമുണ്ട് നിയമസഭ പാസ്സാക്കിയതിനു ശേഷം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ മൊറാലിറ്റിക്ക് നിരക്കുന്നതല്ല എന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഹർജിയിലെ പ്രധാനപ്പെട്ട പ്രയർ. എന്തുകൊണ്ടല്ല? ആർട്ടിക്കിൾ 200 പ്രകാരം ഗവർണർക്ക് ഒരു ബില്ല് നിയമസഭ പാസ്സാക്കി കയ്യിൽ കിട്ടിയാൽ രാഷ്ട്രപതിക്ക് അയക്കാൻ സാധിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു പരാമർശമേ ഉള്ളൂ. അത് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട അധികാരം വെട്ടിക്കുറയ്ക്കുകയോ ഏതെങ്കിലും തരത്തിൽ അതിനെ ബാധിക്കുന്ന തരത്തിലോ നിയമസഭ പാസ്സാക്കിയ ഒരു ബില്ലിൽ ഏതെങ്കിലും ഒരു പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അത് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടാം. എന്നാൽ ഇനി പരോക്ഷമായി ഗവർണർക്ക് രാഷ്ട്രപതിക്ക് അയക്കാവുന്നതിനെ കുറിച്ച് കൂടി ഭരണഘടന പറയുന്നുണ്ട്. അത് ആർട്ടിക്കിൾ 254 254 ഉപവിഭാഗം 2 പറയുന്നുണ്ട്. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റിലെ നിയമസഭയ്ക്കും പാർലമെന്റിലും നിയമം നിർമ്മിക്കാവുന്ന പൊതുവിഷയങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന കൺകറന്റ് വിഷയങ്ങൾ. ആ കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട ഒരു വിഷയത്തിൽ സ്റ്റേറ്റിൽ നിയമസഭ ഒരു നിയമം പാസ്സാക്കുകയും ആ നിയമം പാർലമെന്റ് നിയമത്തിന് ഘടകവിരുദ്ധമാണെങ്കിൽ പോലും രാഷ്ട്രപതിയുടെ ഒപ്പ് ലഭിച്ചാൽ അത് ആ സംസ്ഥാനത്ത് വാലിഡായി തീരുമെന്നൊരു അപൂർവമായൊരു പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ
അങ്ങനെ കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട ഒരു വിഷയമാണെങ്കിലും സ്റ്റേറ്റിലെ ഗവർണർക്ക് നിയമസഭ പാസാക്കിയ ഒരു ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കാം. പക്ഷേ എന്നാൽ ഇപ്പോൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചിരിക്കുന്ന 7 ബില്ലുകളും കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ടതോ യൂണിയൻ ലിസ്റ്റിൽപ്പെട്ടതോ ആയ വിഷയങ്ങളല്ല, അത് സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളാണ്. എന്ന് പറഞ്ഞാൽ സംസ്ഥാന നിയമസഭയ്ക്ക് പൂർണ്ണമായും ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസിയുള്ള, സംസ്ഥാന നിയമസഭയ്ക്ക് പൂർണ്ണമായും നിയമനിർമ്മാണ അവകാശമുള്ള 7 പ്രധാനപ്പെട്ട നിയമനിർമ്മാണങ്ങളാണ് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുന്നത്. ഇവിടെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഈ അസാധാരണ നീക്കവുമായി സുപ്രീം കോടതി സമീപിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? നേരത്തെ പഞ്ചാബ് ഗവർണറുടെ നടപടിയിൽ, ഒപ്പം തന്നെ തമിഴ്നാട് ഗവർണറുടെ നടപടിയിൽ, ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടിയിൽ സുപ്രീം കോടതി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഈ അസൂണസ് മേ ബി എന്നതിനും അപ്പുറത്തേക്ക് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടാവുന്ന ബില്ലുകളെ കുറിച്ച് സുപ്രീം കോടതിയുടെ വിശാലമായ ചിന്ത വരേണ്ടതുണ്ട് എന്നത് സുപ്രീം കോടതിയുടെ വിധിന്യായത്തിൽ തന്നെയുണ്ട്. അപ്പോൾ അതൊരു അനുയോജ്യമായ കേസ് വരണം എന്നതാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഇപ്പോൾ ഇതാ അനുയോജ്യമായ ഒരു കേസ് വന്നിരിക്കുന്നു. രാഷ്ട്രപതി ഗവർണർ അയച്ചിരിക്കുന്ന 4 ബില്ലുകളിൽ തീരുമാനമെടുക്കാതെ ഇത് കോൾഡ് സ്റ്റോറേജിൽ വെച്ചിരിക്കുന്നു. ഒന്നുകിൽ രാഷ്ട്രപതി ആ വിഷയത്തിൽ ഇടപെട്ട് ആ ബില്ലിൽ അപ്രൂവൽ നൽകി താഴേക്ക് അയക്കണം. അതല്ലെങ്കിൽ ഏതൊക്കെ ബില്ലുകളാണ് ഇങ്ങനെ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ച് ഗവർണർക്ക് കില്ല് ചെയ്ത് കളയാൻ കഴിയുന്നത്, നിയമസഭയുടെ ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസി ചോദ്യം ചെയ്യുന്നത് എന്നതിൽ വ്യക്തത വരുത്തണം എന്നതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സമയത്ത് ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഗവർണറുടെ അധികാരത്തെക്കുറിച്ച് വളരെ പരിമിതമായ തോതിലാണ് വ്യാഖ്യാനിച്ചിരുന്നത്. അപ്പോൾ ഇത്തരം വലിയൊരു ഗ്രേ ഏരിയ ഉണ്ടാകുമെന്നോ ഇത്തരം വലിയ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമെന്നോ അറിയില്ല. പക്ഷേ സംസ്ഥാന സർക്കാർ പോയിരിക്കുന്നത് ശുഭപ്രതീക്ഷയോട് കൂടിയാണ്. കാരണം അടുത്ത കാലത്ത് വന്നിരിക്കുന്ന ഈ ഫെഡറൽ തത്വങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിലെല്ലാം സുപ്രീം കോടതി ആർട്ടിക്കിൾ 370 ഒഴിച്ചു നിർത്തിയാൽ പുറപ്പെടുവിച്ചിരിക്കുന്ന വിധിന്യായങ്ങൾ സംസ്ഥാന സർക്കാരുകൾക്ക് അനുഗുണമാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ സുപ്രീം കോടതിക്ക് ഇനി ഇത് 2 ബെഞ്ചിന് ഇതിലൊരു വിധി പറയുക സാധ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് വിശാലമായൊരു ഭരണഘടനാ ബെഞ്ചിലേക്ക് ഈ വിഷയം വിടുകയും രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചേക്കാവുന്ന ബില്ലുകൾ ഏതൊക്കെയാണ്, അതിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഭരണഘടനാപരമായ ഒരു പുനരവലോകനം ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് സംസ്ഥാന സർക്കാരിന് നിയമപരമായി ലഭിച്ചിരിക്കുന്ന ഒരു സാധ്യതയാണ്. അതേസമയം രാഷ്ട്രീയമായുള്ള വളരെ ശക്തമായ ഒരു പ്രതിരോധം കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അസാധാരണമാണ്, സാധ്യമാണ്, രാഷ്ട്രീയമായ പ്രതിരോധമാണ്. ശരി. Meet the editors.